കൊല്ലത്ത് വയോധികയ്ക്ക് നേരെ ലൈംഗികാതിക്രമം. 65-കാരിയാണ് അതിക്രമത്തിനിരയായത്. വീട്ടിലേക്ക് പോകും വഴി പിന്തുടർന്നെത്തിയ യുവാവ് വയോധികയെ ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എപ്പോഴായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായത്? ഇപ്പോൾ നിലവിൽ ഈ വയോധികയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് രാവിലെയാണ് ഈ സംഭവം. ഇവർ ക്ഷേത്രത്തിലേക്ക് പോയി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. മക്കൾ മറ്റു പല സ്ഥലങ്ങളിലുമാണ് താമസിക്കുന്നത്. ഇവർ വീട്ടിലേക്ക് പോകുന്ന വഴി പുറകിലൂടെ ഈ പ്രതി അവരറിയാതെ പിന്തുടരുകയും ആളൊഴിഞ്ഞ ഒരു സ്ഥലം എത്തിയപ്പോൾ ഇവർ പൊടുന്നനെ ഇവർക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു, പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഈ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇവരുടെ ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവരെ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരിപ്പോൾ തീവ്രപരിചരണത്തിൽ ചികിത്സയിലാണ് നിലവിൽ. ഇനി ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞുടൻ തന്നെ പോലീസ് ഏതാണ്ട് ആ പ്രദേശം മുഴുവനും വളഞ്ഞു. ഇയാൾ അതിനുള്ളിൽ തന്നെ ഒരു കാട് പിടിച്ച സ്ഥലത്ത് ഈ പ്രതി ഒളിച്ചിരിക്കുകയായിരുന്നു. ഏതാണ്ട് 2.5 മണിക്കൂർ കൊണ്ട് ഈ പ്രതിയെ പോലീസ് പിടികൂടി. ഇയാള് മിയന്നൂർ പുന്നക്കോട് രോഹിണി നിലയത്തിൽ ജോൺകുട്ടിയുടെ മകൻ അനൂജ്, 24 വയസ്സുള്ള അനൂജാണ് പിടിയിലായത്. ഇയാൾ കഞ്ചാവ് മദ്യലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് ഈ കോട്ടയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ മറ്റേതെങ്കിലും കേസുകളുണ്ടോ എന്ന് കടന്നല്ലൂർ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്.